അമേരിക്കൻ പടക്കപ്പലിന് നേരെയുണ്ടായ ഇറാന്റെ ഡ്രോൺ ആക്രമണം തകർത്തതായി US പ്രതിരോധ വക്താവ് അറിയിച്ചു. അറബിക്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ ലക്ഷ്യം വെച്ച് വന്ന ഇറാനിയൻ ഡ്രോൺ F-35C യുദ്ധവിമാനം വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. സ്വയം പ്രതിരോധത്തിനും കപ്പലിലെ സൈനിക ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കുന്നതിനായി ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നുവെന്ന് US സൈനിക വക്താവ് ടിം ഹോക്കിൻസ് പറഞ്ഞു. അതേസമയം ആക്രമണം ഉണ്ടായെങ്കിലും ഈ ആഴ്ച ഇറാനുമായി നടത്താനിരുന്ന നയതന്ത്ര ചർച്ചയിൽ മാറ്റമുണ്ടാകില്ലെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇറാനെതിരെ സൈനിക നടപടിക്കുള്ള സാധ്യത US പ്രസിഡന്റ് തുറന്നിട്ടിരിക്കുകയാണെന്നും ഗൾഫ് മേഖലയിൽ ധാരാളം യുദ്ധക്കപ്പലുകൾ ഉണ്ടെന്നും ട്രംപിന്റെ വക്താവ് കൂട്ടിച്ചേർത്തു. ഇറാനിയൻ ഡ്രോൺ കപ്പലിനെ ലക്ഷ്യമാക്കി മുന്നോട്ടു വരികയായിരുന്നുവെന്നും US സേനയുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് മുന്നോട്ടു പോയതിനാലാണ് നടപടിയെടുത്തതെന്നും US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഇതേ ദിവസം ഹോർമുസ് കടലിടുക്കിൽ ഇറാനിയൻ ബോട്ടുകൾ US പതാകയുള്ള ഒരു ടാങ്കറിന് സമീപം എത്തി നിർത്താൻ ആവശ്യപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. USS എബ്രഹാം ലിങ്കണിൽ നിന്നുള്ള F-35C ഫൈറ്റർ ജെറ്റ് വിമാനവാഹിനി കപ്പലിനെയും അതിലെ ജീവനക്കാരെയും സംരക്ഷിക്കുന്നതിനായി സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായാണ് ഇറാനിയൻ ഡ്രോൺ വെടിവെച്ചിട്ടത് എന്ന് സെൻട്രൽ കമാൻഡ് വക്താവ് പറയുന്നു. ഇറാനിയൻ ഡ്രോൺ അതിവേഗം സമീപിക്കുകയായിരുന്നുവെന്നും അതിന്റെ ഉദ്ദേശം വ്യക്തമായിരുന്നില്ല എന്നും US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. US സേന സ്വീകരിച്ച സമാധാനപരമായ നടപടികൾക്ക് ശേഷവും ഡ്രോൺ കപ്പലിനെ ലക്ഷ്യമാക്കി മുന്നോട്ടു പോയതായി സെൻട്രൽ കമാൻഡ് പറഞ്ഞു. ഈ സംഭവത്തിൽ ഒരു അമേരിക്കൻ സൈനികന് പരിക്കേറ്റിട്ടില്ലെന്നും ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നും അവർ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന് വടക്ക് ഒമാൻ തീരത്തിനടുത്ത് വെച്ചാണ് ഇറാനിയൻ ഗൺബോട്ടുകൾ US പതാകയുള്ള ഒരു ടാങ്കറിന് സമീപം എത്തിയത്. ടാങ്കർ നിർത്താനും അതിൽ കയറാൻ തയ്യാറെടുക്കാനും ബോട്ടുകൾ ആവശ്യപ്പെട്ടെങ്കിലും ടാങ്കർ വേഗത കൂട്ടി യാത്ര തുടരുകയായിരുന്നുവെന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ടാങ്കർ ഇറാനിയൻ തീരദേശ ജലപരിധിയിലേക്ക് പ്രവേശിച്ചില്ലെന്നും ഒരു US യുദ്ധക്കപ്പൽ അതിനെ അനുഗമിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ ട്രാഫിക് സെപ്പറേഷൻ സ്കീമിലുണ്ടായ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ്. നിയമപരമായ അനുമതികളില്ലാതെ കപ്പൽ ഇറാനിയൻ തീരദേശ ജലപരിധിയിലേക്ക് പ്രവേശിച്ചുവെന്നും മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് സുരക്ഷാ പ്രശ്നങ്ങളൊന്നും കൂടാതെ പ്രദേശം വിട്ടുപോയെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുമുണ്ട്. മുൻപ് ഹോർമുസ് കടലിടുക്കിൽ നിന്നും അതിന് സമീപത്തു നിന്നുമായി ഇറാൻ 3 കപ്പലുകൾ പിടിച്ചെടുത്തിരുന്നു. വിമാനവാഹിനി കപ്പലിന്റെയും അതിലെ ഉദ്യോഗസ്ഥരുടെയും സുരക്ഷയ്ക്കായി സ്വയം പ്രതിരോധത്തിനായാണ് നടപടി സ്വീകരിച്ചത് എന്നും പറയുന്നു. വെള്ളിയാഴ്ച USുമായി നേരിട്ട് ഇറാൻ ചർച്ച നടത്തുമെന്ന് അറിയിച്ചതിനു പിന്നാലെയാണ് വീണ്ടും നേരിട്ടുള്ള ഏറ്റുമുട്ടൽ. അതേസമയം ആണവ ചർച്ചയിൽ അമേരിക്കയുടെ ഭീഷണിക്ക് ഇറാൻ മടങ്ങില്ലെന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വക്താവ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ യുദ്ധമുണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ ശക്തമാക്കുകയാണ് ഇറാനും ഇസ്രയേലും. ടെഹ്റാനിൽ 82 മെട്രോ സ്റ്റേഷനുകൾ താൽക്കാലിക ഷെൽട്ടറുകളാക്കി മാറ്റുമെന്ന് ക്രൈസിസ് മാനേജ്മെന്റ് സംഘടനാ മേധാവി അലി നസ്രി അറിയിച്ചു. ആശുപത്രികൾ ഉൾപ്പെടെ എല്ലാം സജ്ജമായിരിക്കണമെന്ന് ഇസ്രയേലും നിർദ്ദേശം നൽകി. ഇറാന് മേൽ ആക്രമണ ഭീതി ഇരുണ്ടുകൂടിയതോടെ $666 കോടി ആയുധങ്ങൾ കൂടി അമേരിക്ക ഇസ്രയേലിന് നൽകി. US കോൺഗ്രസ് അംഗീകരിച്ച ഇടപാടിൽ സൗദി അറേബ്യയ്ക്ക് $900 കോടി ആയുധങ്ങൾ നൽകാനും തീരുമാനമായിട്ടുണ്ട്. 30 അപ്പാച്ചെ ഹെലികോപ്റ്ററും അനുബന്ധ ഉപകരണങ്ങളുമാണ് ഇസ്രയേലിന് നൽകുക. ആണവ ചർച്ചകളിൽ അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വ്യക്തമാക്കി. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ സൈനിക നടപടിയുണ്ടായത്. സമ്പുഷ്ടീകരിച്ച് യുറേനിയം വിട്ടുനൽകിക്കൊണ്ടുള്ള യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന കർശന നിലപാടിലാണ് ഇറാൻ. മേഖലയിൽ അമേരിക്ക സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് തുടരുന്നതിനിടയിലുണ്ടായ ഈ സംഭവം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.